ഹായ് ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരാളുമായിട്ടൊരു ലിവിങ് ടുഗദർ റിലേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു റൊമാൻസിൽ, ഈ റൊമാൻസിൽ നമ്മൾ പെടുമ്പോൾ ഈ ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഭയങ്കര ആകൃഷ്ടരാകുന്നത്. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ടൊരു റിലേഷനിലായിരിക്കുക, നമ്മൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ല. ബിക്കോസ് നമ്മൾ രക്ഷപ്പെടുമ്പോൾ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലർക്ക് ഇനി അതുപോലൊരാളെ കണ്ടുപിടിക്കാൻ ഭൂമിയിൽ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പോലും പോകുന്ന മനുഷ്യരുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഒരു 14 വർഷം എടുത്തായിരുന്നു ഒരാളെ കളഞ്ഞിട്ട് ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീയോട് നമ്മൾ നിങ്ങളെ വേണ്ടാന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ക്രൂവലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലൈക്ക് അത്രയും നാൾ നമ്മൾ സ്നേഹിച്ചതൊക്കെയും ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അതിൻ്റെ കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ 5 വർഷവും അല്ലെങ്കിൽ 10 വർഷവും നമ്മൾ ഈ സ്ത്രീക്ക് കൊടുത്ത സ്നേഹമെല്ലാം കപടമായി മാറുക. അവരങ്ങനെ ചിന്തിക്കും. എങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് കളയേണ്ട സമയമാകുമ്പോൾ ഇത്രയും ഹാർഷാവേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ജീവിതം സുഗമമായിട്ട് പോകണം. ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്നെങ്കിൽ ഈ ഒരു വഴി അഡോപ്റ്റ് ചെയ്തൂടെ? കണ്ട് അനുഭവിച്ചും ബുദ്ധിമുട്ടിയത് കൊണ്ടും പറഞ്ഞു പോകുന്നതാണ്. ഒരു വക്കീലിനെ വിളിക്കുക. അവർ ഒരു സ്ത്രീ ആയിരുന്നാൽ നല്ലത്. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റും, കൺവിൻസ് ചെയ്യാൻ പറ്റും. അവരോട് പറയുക, എനിക്ക് ഇനി ഇവരുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇവരോട് പെട്ടെന്ന് അത് പറയാൻ. അത് റൊമാൻസ് ആവട്ടെ, മാരേജ് ആവട്ടെ, ലിവിങ് ടുഗദർ ആവട്ടെ, ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മാഡം എന്ന് അവരോട് പറഞ്ഞിട്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെഷൻസ് വെച്ച് അവരെ കൗൺസിലിംഗ് ചെയ്ത് അവരെ കാര്യം മനസ്സിലാക്കിയ, എനിക്ക് തോന്നുന്നു താൻ സ്നേഹിച്ചിരുന്ന ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറാൻ ഒരു സ്ത്രീ കഴിയും. കുട്ടികളുള്ളടത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് 2 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. പെട്ടെന്നൊരാളുടെ ആത്മഹത്യ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഈ സ്ത്രീയുടെ ജീവിതം ദുരിതമായിരിക്കും. പുരുഷൻ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും പോകാൻ പറ്റും, അവർക്കും വിഷമം ഉണ്ടാകും. പക്ഷെ സ്ത്രീയുടെ ജീവിതം, കാശില്ലാത്തവരാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഹോം. റെന്റഡ് ഹോം കിട്ടാൻ പാടാണ്. ഹസ്ബൻഡ് ഉള്ളവർക്ക് കൊടുക്കുള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ആട്ടക്കലാശത്തിലെ ാക്കി ഫില്ല് ചെയ്താൽ മതി. മനസ്സിലായോ? അങ്ങനെ കാണാം. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ഒരു വഴി അഡോപ്റ്റ് ചെയ്ത് പതുക്കെ അവരിൽ ഇത് കൊണ്ടൊന്ന് എത്തിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു സൂയിസൈഡ് അവോയ്ഡ് ചെയ്യാം. അതുവഴി കുട്ടികളെ നമുക്ക് രക്ഷിക്കാം. അവരുടെ മാനസിക നില അവർ വന്നതുപോലെ നമുക്ക് തിരിച്ചു വിടാൻ പറ്റിയാൽ അത് നല്ലത്. പെട്ടെന്ന് നമ്മളൊരു റിജക്ഷൻ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അക്സെപ്റ്റ്.